ഞാനത് പറഞ്ഞോട്ടെ. അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നു. അത് മറ്റൊന്നും കൊണ്ടല്ല, ഞാനാണ് അവിടെ ആദ്യം എത്തുന്ന വാസൻ സാറുമായിട്ട്. അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവിടെ നമുക്കറിയാം അവിടുത്തെ ആ ഒരു വലിയ ബഹളം, നമ്മൾ ഓടി അവിടെ വരുന്നേ ഉള്ളൂ, എല്ലാവരും ആൻഷ്യസ് ആണ്. ആ ഒരു സാഹചര്യത്തിൽ അവിടെ കൂടി നിന്നവരോട് നമ്മൾ അന്വേഷിച്ച് കഴിഞ്ഞപ്പം ആരും അടിയിൽ പെട്ടിട്ടില്ല. ഒരാളുണ്ടോ എന്ന ഒരു സംശയം പറയുന്നു. അതോടൊപ്പം ഫയർഫോഴ്സുകാരുണ്ടായിരുന്നു, പോലീസ് ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ചോദിക്കുന്ന എല്ലാവരും അതിനു മുമ്പ് തന്നെ നമ്മളുടെ ഇവിടുത്തെ ഡോക്ടേഴ്സ് ഇൻക്ലൂഡിങ് നമ്മുടെ ARM ഉൾപ്പെടെ മറ്റേ സൈഡിലുള്ള പൂട്ടിയിട്ടിരുന്ന ഡോറുകൾ പൊളിച്ച് ഇതിൻ്റെ അകത്ത് കയറി നോക്കിയിരുന്നു. അപ്പോൾ അവരെല്ലാവരുടെയും അഭിപ്രായത്തിൽ അകത്ത് ആരും ഉള്ളതായിട്ട് കാണുന്നില്ല. അതിന് ഏറ്റവും മുകളിലത്തെ നിലയിൽ എന്തെങ്കിലും കാരണവശാലും കയറിയാലും ആൾ വരാൻ സാധ്യതയുള്ളൂ. അങ്ങനെയാണ് സ്ലിപ്പ് ചെയ്ത് പുറത്തേക്കേ പോരുള്ളൂ. സാധ്യതകൾ തീരെ ഇല്ല എന്നുള്ളത് പറഞ്ഞതുകൊണ്ടാണ് ഞാനാണ് പറഞ്ഞത് ആരും കാണാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ ഒരു കുട്ടിയുടെ അമ്മയെ മിസ് ചെയ്യുന്നു എന്നുള്ള ഒരു സംശയം വന്നു. അത് നമ്മൾ പെട്ടെന്ന് അന്വേഷിച്ചപ്പോൾ തന്നെ അത് കാഷ്വാലിറ്റിയിൽ അമ്മയെ കണ്ടെത്തി എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ആ ഒരു ഇൻഫർമേഷൻ സൂപ്രണ്ട് എന്നുള്ള നിലയിൽ ഞാൻ മിനിസ്റ്റർക്ക് കൈമാറിയതും മിനിസ്റ്റർ അത് പറഞ്ഞതും. കോട്ടയം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ TK ജയകുമാറിന്റെ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത്. അദ്ദേഹം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് എന്ന നിലയിൽ മാത്രമല്ല അറിയപ്പെടുന്ന ഹൃദ്രോഗ വിദഗ്ധനാണ്. സർക്കാർ ആശുപത്രിയിൽ ആദ്യമായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയ വ്യക്തിയാണ് ഡോക്ടർ ജയകുമാർ. ഏകദേശം ഒരു ദിവസം 16 മണിക്കൂറിലേറെ മെഡിക്കൽ കോളേജ് ചെലവഴിക്കുന്ന ജനകീയ ഡോക്ടറായ ഡോക്ടർ TK ജയകുമാറിന്റെ വാക്കുകൾ. അദ്ദേഹത്തെയാണ് ഇപ്പോൾ വേട്ടയാടാൻ ഇറങ്ങിയിരിക്കുന്നത് കേരളത്തിലെ ഒരു കൂട്ടം മാധ്യമങ്ങളും അതോടൊപ്പം തന്നെ UDF-ഉം BJP-യും ഉൾപ്പെടെയുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടികളും. ആരാണ് ജയകുമാർ എന്നറിയണ്ടേ? അത് പറയുന്നതിന് മുമ്പ് എന്തുകൊണ്ടാണ് ജയകുമാറിന് എതിരെ ഇത്രയും പ്രതിഷേധം ഉയർന്നു വരുന്നത്? മറ്റൊന്നുകൊണ്ടുമല്ല, അദ്ദേഹത്തിന്റെ ഈ വാക്കുകൾ തന്നെയാണ്. അദ്ദേഹം ഇത് പറഞ്ഞതോടുകൂടി മന്ത്രി വീണ ജോർജിനെ വേട്ടയാടാൻ കഴിയുന്നില്ല, മന്ത്രി VN വാസവനെ വേട്ടയാടാൻ കഴിയുന്നില്ല, സർക്കാരിനെ വേട്ടയാടാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഡോക്ടർ ജയകുമാറിന് എതിരെ ഇപ്പോൾ നമ്മുടെ മാധ്യമങ്ങളും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ പാർട്ടികളും പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളും തിരിഞ്ഞിരിക്കുന്നത്. ആരാണ് ജയകുമാർ എന്നറിയണമെങ്കിൽ അദ്ദേഹത്തെക്കുറിച്ച് മാതൃഭൂമി എഴുതിയ ഒരു വാർത്തയുണ്ട്. മാതൃഭൂമി മാത്രമല്ല, ഇന്ത്യയിലെ ഒട്ടുമിക്ക മാധ്യമങ്ങൾ അദ്ദേഹത്തെക്കുറിച്ചുള്ള വാർത്തകൾ നൽകിയിട്ടുണ്ട്. മാതൃഭൂമി വാർത്ത അതാണല്ലോ ഏറ്റവും പ്രധാനം. അതുകൊണ്ട് അതുമാത്രം നമുക്കൊന്ന് നോക്കാം, എന്താണ് ജയകുമാറിനെ കുറിച്ച് പറയുന്നത് എന്ന്. വാർത്തയുടെ തലക്കെട്ട് തന്നെ ഇങ്ങനെയാണ്: മനുഷ്യ ഹൃദയത്തെ റിപ്പയർ ചെയ്യുന്ന ദൈവത്തിന്റെ വിരലുകളുള്ള ഒരാൾ എന്നാണ് തലക്കെട്ട്. വർഷത്തിൽ 2000-ലധികം പേർ തങ്ങളുടെ ഹൃദയം റിപ്പയർ ചെയ്യാൻ സമർപ്പിക്കുന്ന ഒരാൾ. മസ്തിഷ്ക മരണം സംഭവിച്ച ആളിൽ നിന്ന് ജീവനുള്ള ഹൃദയം എടുത്തുമാറ്റി മറ്റൊരാളിൽ നട്ടുപിടിപ്പിക്കുന്ന കൈപുണ്യം. മിടിക്കുന്ന 6 ഹൃദയങ്ങളാണ് ഈ കൈകൾ തുന്നിപ്പിടിപ്പിച്ചത്. കോട്ടയം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് കൂടിയായ പ്രശസ്ത ഹൃദ്രോഗ വിദഗ്ധൻ ഡോക്ടർ TK ജയകുമാറിന്റെ പാദം തൊട്ട് നെറുകയിൽ വെച്ച് യാത്ര പറയുന്ന ആയിരങ്ങൾക്കിത് ദൈവത്തിന്റെ കൈവിരലുകളുള്ള ഡോക്ടറാണ്. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ഡോക്ടർ എന്ന പുരസ്കാരം 2017 തേടി വന്നപ്പോൾ ഏറെയും ആഹ്ലാദിച്ചത് താൻ ചികിത്സിച്ച് ജീവിതം മടക്കി നൽകിയ ആയിരക്കണക്കിന് രോഗികളായിരുന്നു. ദിവസം 45 മിനിറ്റ് മാത്രമാണ് ഈ ഡോക്ടർ വീട്ടിൽ ചെലവിടുന്നത്. ആരോഗ്യത്തിന് ശരാശരി 8 മണിക്കൂറെങ്കിലും ദിവസവും ഉറങ്ങണം എന്ന് രോഗികളോട് നിർദ്ദേശിക്കുന്ന ഡോക്ടർക്ക് 2-3 മണിക്കൂർ മാത്രം ഉറക്കം. ബാക്കി സമയം മുഴുവൻ ശസ്ത്രക്രിയാ മുറിയിലോ രോഗികൾക്ക് നടുവിലോ കാണാം. ദിവസം 15-ലധികം മേജർ ശസ്ത്രക്രിയകൾ ചെയ്യുന്നു. പുലരാറാവുമ്പോഴും ചില ദിവസങ്ങളിൽ ശസ്ത്രക്രിയ മുറിയിലായിരിക്കും. അവസാനത്തെ ശസ്ത്രക്രിയയും പൂർത്തിയാക്കി നന്നേ ക്ഷീണിതനായി സൂപ്രണ്ടിന്റെ റൂമിലെ സെറ്റിയിൽ കിടന്ന് ഒരു മയക്കം. പുലർച്ചെ 4 മണിക്ക് എഴുന്നേറ്റ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് എന്ന നിലയിലുള്ള ഫയലുകൾ നോക്കി ജോലി ഒതുക്കി 6:30 വീട്ടിലേക്ക്. പ്രഭാത കൃത്യങ്ങൾ തീർത്ത് 20 മിനിറ്റ് യോഗയും ചെയ്ത് പ്രാതൽ. മിക്ക ദിവസവും ഈ ഒരു നേരത്തെ ഭക്ഷണം മാത്രമാണ് സ്വന്തം വീട്ടിൽ നിന്ന് കഴിക്കുന്നത്. പിന്നെ ആശുപത്രിയിലേക്ക് മടക്കം. അപ്പോഴേക്കും ശസ്ത്രക്രിയാ മുറിയിൽ നിരവധി ഹൃദ്രോഗികൾ അദ്ദേഹത്തിന്റെ വരവ് കാത്ത് കിടക്കുന്നുണ്ടാകും. ശസ്ത്രക്രിയ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്ന രോഗികൾ പലരും മടക്കയാത്രയ്ക്ക് ബസ്സുകൂലി പോലും ഇല്ലാത്തവരാണെന്ന് മനസ്സിലായാൽ സ്വന്തം കാറിൽ ഡ്രൈവറെ കൂട്ടി വീട്ടിലെത്തിക്കുന്ന ഒരു ഡോക്ടർ. ശസ്ത്രക്രിയയ്ക്ക് ശേഷം ദൈനംദിന ജീവിതത്തിന് വേണ്ട ചെലവുകൾക്ക് പോലും കഷ്ടപ്പെടുന്നവരെ അലിവുള്ളവർക്കരികിലെത്തിക്കുന്ന കാരുണ്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഡോക്ടർ ജയകുമാറിനെ കുറിച്ച് മാതൃഭൂമി എഴുതുന്നത്. എന്ന് വെച്ചാൽ കോട്ടയം ജില്ലയിൽ മാത്രമല്ല കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഹൃദ്രോഗ വിദഗ്ധനാണ് ഡോക്ടർ ജയകുമാർ. അദ്ദേഹത്തിന് എതിരെയാണ് ഇപ്പോൾ ഈ പ്രതിഷേധമൊക്കെ ഉയർത്തിക്കൊണ്ടുവരുന്നത്. അദ്ദേഹം ചെയ്ത തെറ്റ് ഇത്രമാത്രമേ ഉള്ളൂ. അദ്ദേഹം പറഞ്ഞത്, ഞാനാണ് മന്ത്രിമാരോട് പറഞ്ഞത് ഇവിടെ
ഒന്നും സംഭവിച്ചിട്ടില്ല, ആരും ഇതിനകത്ത് പെട്ടിട്ടുണ്ടാകാൻ സാധ്യതയില്ല, അടച്ചിട്ട മുറിയാണ് എന്ന വിവരം കൈമാറിയത് അത് ഞാനാണ്. അതനുസരിച്ചാണ് മന്ത്രിമാർ അതേക്കുറിച്ച് പറഞ്ഞത്. അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നു എന്ന് ജയകുമാർ പറഞ്ഞത് സഹിക്കുന്നില്ല കേരളത്തിലെ മാധ്യമങ്ങൾക്കും അതുപോലെ തന്നെ കേരളത്തിലെ പ്രധാന പ്രതിപക്ഷ പാർട്ടികൾക്കും BJPക്കും ഒക്കെ. എന്തുകൊണ്ടാണ് ഇത് വെച്ച് സർക്കാരിനെതിരെ അല്ലെങ്കിൽ ഇത് വെച്ച് മന്ത്രിമാർക്കെതിരെ ഒരു നീക്കം നടത്താം, അവരെ രാജിവെപ്പിക്കാം, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കാം, റോഡ് തടയാം, ലാത്തിചാർജ് ഉണ്ടാക്കാം, മന്ത്രിമാരുടെ വീട്ടിലേക്ക് മാർച്ച് നടത്താം, കരിങ്കൊടി പ്രകടനം നടത്താം. ഇതൊക്കെ മനസ്സിൽ കണ്ട് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുമ്പോഴാണ് ഡോക്ടർ കെ ജയകുമാർ ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത്. അത് ചെറിയ തിരിച്ചടിയല്ല പ്രതിപക്ഷത്തിന് ഉണ്ടാക്കിയത്, അതിൽ നിന്ന് മറികടക്കണം. അതിന് ആരെ ആക്രമിക്കണം? ഡോക്ടർ കെ ജയകുമാറിനെ ആക്രമിക്കണം, അതിലൂടെ മന്ത്രിമാരെ ആക്രമിക്കണം, അതിലൂടെ സർക്കാരിനെ ആക്രമിക്കണം. അതാണ് പ്ലാൻ. പക്ഷേ ഡോക്ടർ കെ ജയകുമാറിനെ അറിയുന്നവർക്ക് അറിയാം അദ്ദേഹം എന്താണ്, ആരാണ് എന്ന്. അതുകൊണ്ട് ഈ കുമ്മാട്ടിക്കളികളൊന്നും നടക്കില്ല എന്ന് ഉറപ്പിച്ച് പറയുകയാണ് കോട്ടയത്തെ ജനങ്ങൾ, എന്ന് വെച്ചാൽ ഡോക്ടർ കെ ജയകുമാറിന്റെ കൈപുണ്യം അനുഭവിച്ച ജനങ്ങൾ.